വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. തുടർന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. प्रार्थना के साथ हम परमेश्वर की उपस्थिति में बैठे ताकि हम परमेश्वर से कुछ सुने. ആരാധന സമയം നമ്മൾ ആരാധിച്ച് തുടങ്ങി. 9 മണി മുതൽ ആരാധന ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ ദൂതഗണങ്ങൾ, ദൈവ സാന്നിധ്യം, ദൈവ സംരക്ഷണം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. 9 बजे से हम लोग सब एक साथ परमेश्वर की उपस्थिति में आकर हम आराधना स्तुति महिमा करते थे. പരിശുദ്ധാത്മാവ് നമ്മളോട് വിവിധ രീതികളിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. पवित्र आत्मा हम सबसे अलग अलग रीति से बातचीत करते थे. ഈ ദിവസങ്ങളിൽ ആരാധനയിലും പ്രാർത്ഥനയിലും വചനത്തിലും ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കുവാനിടയാകും. और आजकल हम परमेश्वर का वचन से और हमारा प्रार्थना का जरिए और हमारा गाना गाने के जरिए और हम जैसे आराधना करते हैं, ये सारी रीति से हम परमेश्वर का वाणी सुने. നമ്മളിൽ ഒത്തിരി പ്രശ്നങ്ങൾ, വിഷമങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കുന്ന പലരും. പ്രൈസ് ദി ലോർഡ്. काफी लोग हमारे बीच में बहुत मुसीबत परेशानी में है. പക്ഷെ അതിന്റെ നടുവിൽ നമുക്ക് വേണ്ടി വിടുതൽ തരുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. उन सारे परेशानियों के बीच में हमें छुटकारा देने वाला एक परमेश्वर है. അതാണ് നമ്മുടെ ധൈര്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. वही हमारा हियाव है, वही हमारा धीरज है. അതുകൊണ്ട് വിശ്വാസമുണ്ടോ? കർത്താവിന് അടുത്തിരിക്കുന്നവർക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞേ, കർത്താവ് നമ്മളുടെ ധൈര്യമാണ്. അത് वालों से हाथ मिलाकर कहें कि परमेश्वर मुझे दृढ़ करता है. ഹല്ലേലൂയ. ഹല്ലേലൂയ കൊടുത്തോണ്ട് പറഞ്ഞേ, കർത്താവ് നമ്മുടെ ധൈര്യമാണ്. പ്രൈസ് ദി ലോർഡ്. परमेश्वर ही है मेरा हियाव. നമ്മുടെ ഉള്ളിൽ ഒരു ധൈര്യം ചോർന്നു പോകുന്ന ചില സമയങ്ങളുണ്ട്. ധൈര്യം ചോർന്നു പോകുന്ന സമയം. अक्सर हम लोग डर जाते हैं हमारा जिंदगी में. എന്റെ മനസ്സിലേക്ക് ഓടി വന്നത് ദാവീദിന്റെ ധൈര്യം ചോർത്തി കളയാൻ പല ആളുകൾ ശ്രമിച്ചു. और तुरंत मेरे मन में ये बात आ गई, जैसे दाऊद भी अपना धीरज को खो दिया और बहुत डर गए. ബാല്യം മുതൽ യോദ്ധാവായ ഒരു വലിയ മല്ലനായ ഗോലിയാത്തിന്റെ മുമ്പിൽ നിൽക്കാനായിട്ടാണ് ദാവീദ് റെഡിയായത്. बचपन से एक योद्धा था गोलियत और उनके सामने लड़ाई करने जा रहे हैं अभी दाऊद. പക്ഷെ ദാവീദിന്റെ മുമ്പിൽ രാജാവായി നിന്ന വ്യക്തി വരെ, രാജാവായ വ്യക്തി വരെ ദാവീദിനെ തരം താഴ്ത്തി. लेकिन वहां लड़ाई से पहले जिस देश का राजा था वो खुद राजा ही दाऊद को बिल्कुल नीचे दिखा दिया. തന്റെ 7 സഹോദരങ്ങൾ തന്നെ ബലഹീനപ്പെടുത്തി. और अपने साथ भाई जिनको साथ देना था उन्होंने भी दाऊद को कमजोर कर दी. അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ പോലെ മാതാപിതാക്കളും തന്നെ അവൻ മാറ്റി നിർത്തി. जैसे हम कहते हैं पापा और मम्मी भी उनको त्याग दिया. എല്ലാവരും തനിക്ക് എതിരായി നിൽക്കുമ്പോൾ ഒരേ ഒരുവൻ മാത്രം തനിക്ക് അനുകൂലമായി നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. सारे दुनिया अपना भी लोग भी इनके खिलाफ आया, लेकिन परमेश्वर ने उनके साथ दिया. ആ പരമേശ്വരൻ അവന്റെ മേലുള്ള അഭിഷേകത്തെ അവൻ തിരിച്ചറിയാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. और परमेश्वर का अभिषेक जो उनके अंदर था उसको महसूस करना शुरू कर दिया. അവന്റെ ധൈര്യം ചോർന്നു പോകേണ്ട സാഹചര്യങ്ങളെ ഓവർകം ചെയ്യുന്നത് അവൻ ദൈവം പകരുന്ന അഭിഷേകമാണ്. ഹല്ലേലൂയ. अभी उनका जिंदगी में जो धीरज था जिसको लेके वो डरता था, लेकिन परमेश्वर ने उनको मदद किया है उस डर को पार करके आगे जाने के लिए. പകൽ ഇവിടെ ഇരിക്കുന്ന എന്നോടും നിങ്ങളോടും കുഞ്ഞുങ്ങളോടും എല്ലാം ദൈവത്തിന് പറയാനുണ്ട്, ദൈവം നമുക്കൊരു ധൈര്യം പകരാൻ പോവുകയാണ്. ദൈവം നമുക്കൊരു അഭിഷേകം പകരാൻ പോവുകയാണ്. और हम सबसे परमेश्वर आज के दिन ये कहता है, अगर हम डरे हुए हैं लेकिन हमारा परमेश्वर है हमारे साथ, वो डर से हमें आगे लेके जाएगा. ധൈര്യം എന്നുള്ളത് നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് പറയാം, പക്ഷെ അതിനേക്കാൾ അധികമായി ആത്മാവിന്റെ ഒരു അധികാരമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. हम ये कह सकते हैं कि हाँ मैं डरा हुआ, लेकिन हमें वो धीरज के साथ आगे जाना है, तो परमेश्वर का वो धीरज हमारे अंदर होना चाहिए. പുതിയ നിയമത്തിലും പത്രോസിന് ദൈവം ധൈര്യം പകരുവാനിടയായി, അഭിഷിക്തന്മാർക്ക് ദൈവം ധൈര്യം പകരുവാനിടയായി, തന്റെ മക്കൾക്ക് ദൈവം ധൈര്യം പകരുവാനിടയായി. ഹല്ലേലൂയ. नया नियम में हम देखते हैं पतरस को परमेश्वर ने धीरज किया है, और जितने सारे लोग जो सेवक थे परमेश्वर यीशु मसीह के, सबको डर से निकाल कर आगे लेके गया. പകൽ സമയം ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് വൃഥാവല്ല. അവൻ നമ്മുടെ ധൈര്യമാണ്, അവൻ നമ്മുടെ ധൈര്യമാണ്. നമുക്ക് വിശ്വാസത്തോടെ പറയണം, ദൈവമേ നീ എന്റെ ധൈര്യമാണ്. ഹല്ലേലൂയ. अगर आप और मैं परमेश्वर की उपस्थिति में आज बैठे हैं, वो खाली नहीं जाएगा, जरूर फल लाएगा. परमेश्वर हम सबको दृढ़ किया जाएगा. മോശ ഒരു വലിയ ലീഡറായിരുന്നു മോശ, പക്ഷേ യുദ്ധം ചെയ്യാൻ ദൈവം മോശ ഉപയോഗിച്ചില്ല. യോശുവയെയാണ് ദൈവം യുദ്ധത്തിന് വേണ്ടി നിർത്തിയത്. हम देखते हैं पुराने में मूसा एक बहुत बड़ा अगुवा था, लीडर था, लेकिन लड़ाई के समय पर परमेश्वर ने जोशुआ को इस्तेमाल किया है. എന്നാൽ യോശുവയോട് ദൈവം പറഞ്ഞു, ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്റെ കൂടെ ഇരിക്കുന്ന ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. लेकिन वहां पर जो वायदा जो मजबूत जोशुआ को किया है वो यही था, जैसे मैं मूसा के
साथ था वही से मैं तुम्हारा साथ हूं। കർത്താവ് നമ്മോട് പറയുന്ന ഒരു യുദ്ധം നമുക്ക് മുമ്പിലുണ്ട്, ഒരു വലിയ വാഗ്ദത്തം നമ്മുടെ മുമ്പിലുണ്ട്, ഒരു വിടുതൽ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ധൈര്യം തള്ളിക്കളയരുത്. ഹല്ലേലൂയ. और परमेश्वर का वाणी आज की सुबह ये है, हमारे सामने एक वायदा है परमेश्वर को जो पूरा होने वाला है, एक लड़ाई है जो हमें पूर्ति करना है। वो सबके लिए हम कभी ना डरे, लेकिन धीरज के साथ हीरा बांध कर आगे बढ़े। ഒരു വലിയ ദൈവ സാന്നിധ്യത്തിന്റെ അകത്തുണ്ട്. കരങ്ങളടിച്ച് നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തുക. താലിബുദാക്കർ പരമേശ്വരന്റെ സ്തുതി ആരാധന കരോ. और हम सबके बीच में परमेश्वर की उपस्थिति है, हम उसको भूलें ना, हम धीरज के साथ परमेश्वर के साथ आगे बढ़े। അവന്റെ അഭിഷേകത്തിന്റെ ശക്തിയുടെ സ്പർശനം ഇന്ന് പകൽ അനുഭവിക്കാതെ ആരും ഇവിടുന്ന് പോകത്തില്ല. ഹല്ലേലൂയ. कोई भी परमेश्वर का अभिषेक को छू के बिना, परमेश्वर का अभिषेक को पाए बिना यहाँ से ना जाए। ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം ചിലരുടെ മേൽ ദൈവം പകരാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. और अभिषेक किसी से लेकर किसी को देकर प्राप्त करके जाने के दिन है आज। ചില അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ചില കണ്ണുകൾ കൊണ്ട് ചിലത് കാണാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. असंभव बातों को संभव होने का दिन है और हम अपने आंखों से देखने वाले हैं। നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായ ചിലത് ദൈവം നമ്മുടെ നടുവിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. हमारे सोच विचारों के ऊपर परमेश्वर हमारे लिए कुछ करेंगे। അങ്ങനെയെങ്കിൽ വചനം പറയുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിപ്പാൻ നമ്മുടെ അകത്തൊരു ധൈര്യം വ്യാപരിക്കണം. तो परमेश्वर का वचन ये है, परमेश्वर को वायदा स्वीकार करने के लिए, उसको अपनाने के लिए हम धीरज बने। ചിലരുടെ ജീവിതത്തിൽ ദൈവം എന്തൊക്കെയോ വാഗ്ദത്തങ്ങളുടെ എൻകൗണ്ടർ അടുത്ത് നിർത്തുന്ന ഒരു അനുഭവത്തിലേക്ക് എത്താൻ പോവുകയാണ്. किसी किसी व्यक्ति के जिंदगी के बिल्कुल सामने परमेश्वर का वायदा पूरा होने के लिए है। പരിശുദ്ധാത്മ പ്രവചനാത്മാവിൽ എന്റെ നാവിൽ തരുന്ന ഒരു ദൂതുണ്ട്. ചിലർ വാതിൽക്കൽ നിൽക്കുകയാണ്. ചിലരുടെ വാഗ്ദത്തങ്ങൾ, ചിലരുടെ വിടുതലുകൾ, ചിലരുടെ ജീവിതത്തിന്റെ വാഗ്ദത്ത പ്രവൃത്തികൾ ചിലരുടെ വാതിൽക്കൽ നിൽക്കുകയാണ്. किसी किसी का बढ़ोतरी, किसी किसी का तलाई अपना जिंदगी में जो ब्लेसिंग पाना है, आपका दरवाजे के सामने खड़ा है। കർത്താവ് വിശ്വസ്തനെന്ന് ഉറപ്പുള്ളവർ കരങ്ങൾ ഉയർത്തി ആമേൻ പറയട്ടെ. जो कोई ये विश्वास करते हैं कि मेरा परमेश्वर विश्वास है, हाथ उठाकर परमेश्वर का धन्यवाद करें। നമ്മുടെ ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. हमारा परमेश्वर विश्वास है। നമ്മൾ വായിച്ച ദൈവവചനം സങ്കീർത്തന ഭാഗങ്ങളിൽ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലുണ്ടെന്നുള്ളതാണ്. यहाँ पर भजन ये कहता है, हर वक्त हर दिन मैं परमेश्वर का धन्यवाद करूंगा, उनका स्तुति हमेशा मेरे मुंह में है। ചില സന്ദർഭത്തിൽ നമുക്ക് കർത്താവിനെ സ്തുതിക്കാൻ പറ്റത്തില്ല. कभी ऐसा अक्सर होता है कि हम परमेश्वर की स्तुति नहीं करते, ഭയങ്കര നിരാശകൾ കടന്നു വന്നിരിക്കാം. बहुत निराशा में पड़ जाते हैं। ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഉപവസിക്കുന്നില്ല, ആരാധിക്കുന്നില്ല, ബൈബിൾ വായിക്കുന്നില്ല, എല്ലാം ക്ലോസ് ചെയ്യുന്ന ചില സന്ദർഭങ്ങളുണ്ട്. मैं आज कुछ नहीं करूंगा, ना प्रार्थना करूंगा, ना गाना गाऊंगा, ना भजन पढ़ूंगा, कुछ नहीं करूंगा। പക്ഷേ ആ സമയത്ത് ദൈവം മൗനമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. उस वक्त भी परमेश्वर में चुप बैठेंगे, കുറച്ച് കഴിയുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. लेकिन कुछ देर के बाद परमेश्वर आपसे बात करना शुरू करेगा। ആ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സങ്ങോട്ട് ഒരു അപ്പൻ നമ്മളെ ചേർത്ത് ഇങ്ങനെ പിടിക്കുന്നത് പോലെ ആ മനസ്സ് നമ്മുടെ മനസ്സിലൊരു കുളിർമയുണ്ടാകും. ഹല്ലേലൂയ. वो जो पल है ना, बिल्कुल खास है कि हम ऐसा प्यार महसूस करेंगे जैसे एक बाप अपने बेटे को गले लगाते हैं। ദൈവം ഇന്ന് പകൽ ചിലരെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. वो परमेश्वर हमारे बीच में किसी को अपनाना चाहते, गले लगाना चाहते। വചനം പറയുന്ന എല്ലാ കാലത്തും ഞാൻ യഹോവയെ വാഴ്ത്തും. പ്രൈസ് ദി ലോർഡ്. और वचन ये कहता, हर वक्त मैं परमेश्वर को स्तुति करूंगा। സഭാപ്രസംഗി 3-ാം അധ്യായം ഒട്ടനവധി കാലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. कुछ कालों के बारे में वचन कहता है। സഭാപ്രസംഗിയിലാണ് അത് പറയുന്നത് 3-ാം അധ്യായത്തിൽ. हाँ, सभोपदेश में ये तीसरा अध्याय में നടാനൊരു കാലം, കൊയ്യാനൊരു കാലം, പറിക്കാനൊരു കാലം, വളമിടാനൊരു കാലം, വിതയ്ക്കാനൊരു കാലം, എല്ലാത്തിനും ഒരു ടൈം ടു ടൈം ഉണ്ട്. ടൈം ടു ടൈം. हर बात के लिए परमेश्वर के वचन में एक समय रखा है। खेती साफ करने के लिए एक समय है, उसमें बोने के लिए एक समय है, खाद डालने के लिए समय रखा है, कटाई के लिए समय रखा है, उसको जमा करने के लिए भी एक समय रखा है। അപ്പൊ ചിലത് കൊയ്യുന്ന സമയമാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. अभी जो है आपको और मेरे बीच में समय है कटाई का। എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? कितने लोग विश्वास कर रहे हैं? കണ്ണുനീരോടെയാ വിതച്ചത്, കണ്ണുനീരോടെയാ വളമെടുത്തത്, കണ്ണുനീരോടെയാണ് നീ അധ്വാനിച്ചത്. പക്ഷെ തമ്പുരാൻ അത് മറക്കത്തില്ല. കൊയ്യുന്ന സമയത്ത് നിനക്കൊരു ആർത്തിന്റെ ഘോഷം വീരാനിടയാണ്. जब आपने खेती तैयारी की और बोया है कुछ और खाद डाला है, सबके साथ आप लोगों ने आंसू बहाया है,
वो परमेश्वर कभी नहीं भूलेंगे। इसलिए कटाई के समय आप खुशी मनाकर कटाई करेंगे। ചിലര് ദൈവം അത് ചെയ്യാൻ പോവാ, ചിലരുടെ ലൈഫിൽ ഫാമിലി. യെസ് ലോർഡ്, ഹല്ലേലൂയ. किसी किसी का जिंदगी में बिल्कुल हकीकत में ये होने वाला है। കർത്താവിനോട് പറയുന്ന ചിലരുടെ പ്രോമിസസിന്റെ വാതിക്കൽ ചിലർ എത്തി നിൽക്കുകയാണ്. ഹല്ലേലൂയ. हमारे बीच में किसी का जिंदगी के बिल्कुल जो सामने एक द्वार खुला है, डोर खुला है, जो वायदा आपने परमेश्वर से प्राप्त की है। വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിന് നന്ദി പറഞ്ഞോളാം. പ്രൈസ് ലോർഡ്. विश्वास करते हैं ये दूध मेरे लिए है, धन्यवाद करे परमेश्वर। നമുക്കറിയത്തില്ല അതെന്താണെന്ന്, പക്ഷെ ടൈം ആകുമ്പോൾ അത് ഓപ്പൺ ആയിരിക്കും. ടൈം ആകുമ്പോൾ अभी तक आपका और मेरे सामने बिल्कुल ही साफ नहीं है क्या है परमेश्वर का वायदा, लेकिन समय पर बिल्कुल खुलकर वो वायदा सामने आएगा। ചിലത് വേഗത്തിൽ നടക്കാൻ പോവുകയാണ്. ദൈവാത്മാവ് ചിലരോട് പറയുന്നത് ചിലത് വേഗത്തിൽ നടക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. कोई बात ऐसा है कि आपकी जिंदगी में तुरंत जल्दी हो जाएगा। നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെ നടക്കുമെന്ന്, പക്ഷെ തമ്പുരാൻ പറയുന്നു ഞാൻ ചിലത് വേഗത്തിൽ ചെയ്യാൻ പോവുകയാണ്. हम भी सवाल करेंगे हे परमेश्वर ये कैसे हुआ, क्योंकि ये बहुत चुटकी में हुआ है, लेकिन परमेश्वर करेंगे तो जरूर समय पर करेंगे। കാര്യം അറിയോ, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുന്നത് കൊണ്ട്. പ്രൈസ് ദി ലോർഡ്. क्योंकि परमेश्वर ने जब भी कभी आपने परमेश्वर को धन्यवाद किया है उसको याद कर रखा है। ഇങ്ങനെ നമ്മൾ എല്ലാ നിമിഷവും അവനെ സ്തുതിക്കാൻ തുടങ്ങിയാൽ, അവനെ ആരാധിക്കാൻ തുടങ്ങിയാൽ, അവന്റെ വിടുതലുകൾ ഓരോന്ന് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. इसलिए जब भी हम परमेश्वर को स्तुति करें, मौका नहीं छोड़ना। परमेश्वर उनका गिनती रखता है और परमेश्वर आपके लिए काम करेगा। ചെങ്കടൽ കടന്ന മിരിയാമിന് ഉമ്മ ഇരിക്കാൻ പറ്റത്തില്ലാത്ത തപ്പെടുത്ത് ആരാധിക്കാൻ തുടങ്ങുകയാണ്. लाल समुद्र पार किया तो मरियम खाली नहीं बैठी, चुप नहीं बैठी, बिल्कुल खुशियों से मनाकर परमेश्वर ആരാധന കിടക്കുന്ന പത്രോസ് അല്ല ഈ പൗലോസിനും ശീലാസിനും ചുമ്മാതിരിക്കാൻ പറ്റത്തില്ല. അവർ ആരാധിച്ച ആത്മാവിൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. और नया नियम में पौलुस और सीलास जेल के अंदर खाली चुप नहीं बैठा, उन्होंने परमेश्वर का आराधना की। ഇന്ന് പകൽ നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചില അവസ്ഥകൾക്ക് ഒരു മാറ്റം വരാൻ വേണ്ടിയാണ്. आज अगर मैं और आप आराधना करते हैं, हमारा जिंदगी का बदलाव के लिए है। നമുക്ക് വിശ്വസിക്കാം ദൈവം നമ്മുടെ നടുവിലുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. विश्वास करें परमेश्वर हमारा बीच में है। അപ്പൊ ഇവിടെ ഏത് നിമിഷവും ഏത് കാലത്തും അവനെ സ്തുതിക്കും. ഈ സങ്കീർത്തനം എല്ലാ വാക്യങ്ങളും ദൂതുകളാണ്. ഹല്ലേലൂയ. किसी भी वक्त कोई भी अपना जिंदगी के पल में आप परमेश्वर को आराधना करें। ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല. നമുക്ക് മുമ്പിൽ കർത്താവിന്റെ മേശയുണ്ട്. ആമേൻ. ഇവിടെ പറയുന്നത് ആമേൻ ഉള്ള ഞാൻ ദൈവത്തിൽ പ്രശംസിക്കുന്നു എന്ന് പറയുന്നത്. यहाँ पर लिखा है मैं अपना दिल से परमेश्वर का प्रशंसा करता हूँ। മെയിൻ ആയിട്ട് 4, 5, 6, 7 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. Psalms 34 verse 4, 5, 6 and 7. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ച് യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ആമേൻ. ഇവിടെ പറയുന്നത് ഇപ്രകാരമാണ്, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. मैंने यहोवा से विनती की है और परमेश्वर ने मुझे उत्तर दिया है। നമ്മൾ അപേക്ഷിച്ചാൽ ഉത്തരം തരുന്ന ഒരുവനാണ് നമ്മുടെ ദൈവം. हमारा परमेश्वर हमारा सारे दुआई सुनने वाला और सुनकर उसका उत्तर देने वाला परमेश्वर है। പ്രയർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ കുറച്ച് എക്സ്പാൻഡ് ഉണ്ട്, കുറച്ച് എക്സ്പ്ലനേഷൻ ഉണ്ട്. പ്രയർ എന്നുള്ളതിന് തന്നെ അത് ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുവാണ്. प्रार्थना जो शब्द है इंग्लिश में उसका डेफिनेशन बहुत सारे हैं। പി കാണിക്കുന്നത് പ്രൈസ് ആൻഡ് വർഷിപ്പിനെയാണ്. പ്രാർത്ഥനയുടെ അകത്ത് പ്രൈസ് ആൻഡ് വർഷിപ്പ്, ആരാധന, സ്തുതി എല്ലാം ഉണ്ടായിരിക്കണം. पी का मतलब है पी में सब कुछ होना है, प्रेज एंड वर्शिप, आराधना स्तुति सब कुछ होना चाहिए। അടുത്തത് ആർ, റിപ്പന്റൻസ് ആണ്. ഒരു വലിയ മാനസാന്തരം പ്രാർത്ഥനയുടെ അകത്ത് ഉണ്ടായിരിക്കണം. नेक्स्ट वर्ड इस लेटर है आर, उसका मतलब है रिपेंटेंस, मतलब मन फिराना। അടുത്തത് ആസ്ക്, ദൈവസന്നിധിയിൽ നമ്മൾ ചോദിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. तीसरा वर्ड लेटर ये है ये, मतलब आस्क, पूछना और मांगना। അടുത്തത് yield, താഴ്ത്തി ഏൽപ്പിക്കുക, വിധേയപ്പെടുത്തി ദൈവസന്നിധിയിൽ കൊടുക്കുക. नेक्स्ट वर्ड इस लेटर इज वाई, वाई का मतलब इंग्लिश में कहते हैं यील्ड, मतलब किसी का अधीन में रहना, अपने आप को परमेश्वर के अधीन में देना। നെക്സ്റ്റ് വേർഡ് ഏതാണ്? ഈ ആണ്, എക്സ്പെക്ട് ചെയ്യുക. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വലിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചോളണം. പ്രൈസ് ദി ലോർഡ്. अगला शब्द है ई, मतलब एक्सपेक्ट, परमेश्वर से बहुत सारे बातों को उम्मीद रखें। ലാസ്റ്റ് വേർഡ്
ആ റിമംബറൻസ്, നമ്മുടെ ദൈവത്തെ നമ്മൾ ഓർപ്പിക്കുന്നവരായി, ഓരോ നിമിഷവും ഓർപ്പിക്കുന്നവരായി മാറണം. Praise God. आखिरी शब्द ये है, लेटर ये है आर, मतलब रिमेम्बर। हम परमेश्वर से मिले हुए और परमेश्वर को याद दिलाने वाले बने और परमेश्वर के सारे आशीषों को हम याद करें। അതിന്റെ അകത്ത് അർത്ഥം ഇങ്ങനെയാണ്. നമ്മൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ കർത്താവിനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മാനസാന്തരപ്പെടുന്നു, അവനോട് ചോദിക്കുന്നു, അവന്റെ മുമ്പിൽ വിധേയപ്പെടുത്തുന്നു, അവനിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുന്നു, അവനെ ഓർപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പ്രാർത്ഥനയുടെ അകത്താണ്. Praise the Lord. प्रार्थना के अंदर ये सारी चीजें हैं। प्रार्थना में आराधना है और हम अपने आप को परमेश्वर को अधीन में बना देते हैं और हम अपने मन को फिराते हैं, परमेश्वर से पाए हुए सारी बातों को हम याद करते हैं। ഇതിന്റെ അകത്ത് ഒരു ആത്മശക്തിയോടെ വ്യാപരിച്ചാൽ പിന്നെ പറയും വേണ്ട. ഹല്ലേലൂയ. और ये प्रार्थना के अंदर जब अभिषेक भी आ जाता है, बात कुछ अलग है। ആ പ്രാർത്ഥനയുടെ ഒരു തീയായി അത് മാറുകയാണ്. Praise the और Lord. उस वक्त प्रार्थना के साथ साथ जब परमेश्वर का अभिषेक भी आ जाता है, आग निकल जाता है उसके अंदर। ഇനി പ്രയർ, നോർമൽ പ്രയർ ഉണ്ട്, ശ്രദ്ധേറിയ പ്രാർത്ഥനയുണ്ട്, അതിശ്രദ്ധേറിയ പ്രാർത്ഥനയുണ്ട്. वैसे हम प्रार्थना करते हैं, परमेश्वर कुछ बोल के हम प्रार्थना करते हैं, लेकिन हम दिल से भी प्रार्थना करते हैं, लेकिन अपने आप को पूरा परमेश्वर के हाथ में देखकर भी प्रार्थना करते हैं। ഏലിയാവ് അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏലിയാവ് एलिया के बारे में कहते हैं वो अपना दिल लगाकर प्रार्थना किया। മുഴങ്കാലുകളുടെ ഇടയിൽ തല കുനിച്ചു വെച്ചുകൊണ്ട് താൻ സാഷ്ടാംഗ വീണ് കിടന്നുകൊണ്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ഏലിയാവ്. घुटने टेकर, दोनों घुटने के बीच में अपने सर लगाकर लेटकर उसने प्रार्थना की। ഇതേപോലെ നമ്മൾ രണ്ടുപേരുള്ള ഒരു പേഴ്സണൽ പ്രയർ ഉണ്ട്, രണ്ടുപേർ ചേർന്നുള്ള പ്രാർത്ഥനയുണ്ട്, സഭയായിട്ടുള്ള പ്രാർത്ഥനയുണ്ട്. व्यक्तिगत रूप में अपने आप अकेले बैठकर प्रार्थना करते हैं, दो जन मिलकर प्रार्थना करते हैं, पूरे कलीसिया मिलकर भी प्रार्थना करते हैं। പേഴ്സണൽ പ്രയർ ഇല്ലാത്ത അവർ രണ്ടുപേർ ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. വ്യക്തിപരമായ ഒരു പ്രാർത്ഥന നമുക്ക് ഉണ്ടായിരിക്കണം. जब अपना जिंदगी में पर्सनल प्रेयर का अनुभव नहीं है, दो जन या तीन जन मिलकर प्रार्थना करने से भी कोई फायदा नहीं। ഞാൻ പേഴ്സണലായിട്ട് പ്രാർത്ഥിച്ചില്ല എന്ന് വിചാരിക്കുക. ദൈവദാസൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു, പക്ഷെ ഞങ്ങൾ രണ്ടുപേര് ചേരുമ്പോൾ ആ പവർ എന്നിലേക്ക് വ്യാപരിപ്പാനിടയായി തീരും. Praise the Lord. जो दो जने मिलकर कुछ करते हैं तो ऐसा सोचो कि एक जन ने प्रार्थना की, दूसरे ने नहीं किया, तो क्या है वो सेवकाई सही से ढंग से आगे नहीं जाएगा। എന്നാൽ രണ്ടുപേരും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് സഭയുടെ അകത്തേക്ക് ഒരു ആത്മപകർച്ചയായിട്ട് വ്യാപരിക്കും. लेकिन सेवकाई के बीच में दोनों जन मिलकर प्रार्थना की और सेवकाई में आ गया, तो ये एक कलीसिया का बढ़ोतरी है। വചനം പറയുന്നു, സഭ ശ്രദ്ധയോടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. नया नियम में पतरस के लिए परमेश्वर का कलीसिया दिल लगाकर प्रार्थना की है। അങ്ങനെയെങ്കിൽ നമ്മൾ വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്, രണ്ടുപേർ ചേർന്നുള്ള പ്രാർത്ഥനയുണ്ട്, സഭയായിട്ടുള്ള പ്രാർത്ഥനയുണ്ട്. अकेले भी प्रार्थना करते हैं, दो जन मिलकर प्रार्थना करते हैं, तीन जन एक साथ होकर प्रार्थना करते हैं, उसके बाद पूरा कलीसिया मिलकर प्रार्थना करते हैं। മറുപടി ലഭിക്കുന്ന പ്രാർത്ഥനയുണ്ട്, മറുപടി ഡിലേ ആകുന്ന പ്രാർത്ഥനയുണ്ട്, മറുപടി കിട്ടാത്ത പ്രാർത്ഥനയുണ്ട്. उत्तर मिलने वाला प्रार्थना है, ना मिलने वाला भी प्रार्थना है और उत्तर के लिए इंतजार करने वाला प्रार्थना भी है। പൗലോസ് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ മറുപടി തരത്തില്ല, നിനക്ക് എന്റെ കൃപ മതി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. जिसके लिए पौलुस ने प्रार्थना की वो नहीं सुना, वो दिया नहीं गया, लेकिन प्रभु ने ये कहा मेरा कृपा तुम्हारे लिए काफी। പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇവിടെ ഇരിക്കുന്ന ചിലർ പ്രാർത്ഥന മറുപടി പ്രാപിച്ചവരാണ്, ചിലർ പ്രാർത്ഥന മറുപടിയുടെ മേൽ ഓവർകം ചെയ്ത കൃപ പ്രാപിച്ചവരാണ്, ചിലർ പ്രാർത്ഥന മറുപടികൾ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവം കരങ്ങളിൽ തരാൻ പോവുകയാണ്. यहाँ पर बहुत सारे लोग ऐसे बैठे हैं, कोई भी प्रार्थना अपने प्रभु के सामने रखा है, उसका उत्तर आप लोगों ने पाया है, और भी प्रार्थना करें, अपने आप को परमेश्वर का हाथों में दे। इन दोनों में आपका जिंदगी में और भी प्रार्थना सुनने वाला है। ചിലരുടെ വാഗ്ദത്തങ്ങൾ, ചിലരുടെ അവകാശങ്ങൾ പ്രാപിച്ചെടുക്കാൻ ദൈവാത്മാവ് പറയുകയാണ്. आपका हक और आपका जो भी वायदा प्रभु ने दिया है, सब कुछ पाने का दिन है। ഒരു കുഞ്ഞു വരിക എന്ന് പറയുന്നത് ഒരു വാഗ്ദത്തമാണ്. ഹല്ലേലൂയ. एक बच्चा आ रहा है अपने फैमिली में, वो भी एक वायदा है। ഇന്ന് പകൽ സമയം ദൈവം നമുക്ക് അതേപോലെ അലകലക വാഗ്ദത്തങ്ങൾ, പ്രത്യേകമായ വാഗ്ദത്തങ്ങൾ ദൈവം ചിലരുടെ ലൈഫിൽ ചെയ്യാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. वैसे बहुत सारे वायदे हमने प्राप्त किए और सुनी है परमेश्वर से, और इन दिनों में वो प्राप्त करने का दिन है। അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, അവൻ എന്നോടും ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഉത്തരമരുളി. इसलिए भजन लिखने वाला ये कहता है, जब भी मैंने प्रार्थना की परमेश्वर से, उन्होंने सुनी और मुझे उत्तर दिया है। എന്റെ സകല ഭയങ്ങളിൽ നിന്ന് വിടുവിച്ചു. हर एक डर से मुझे छुड़ाया। ഭയം എല്ലാം മാറിപ്പോണം. Praise the Lord. सारे डरों को हमें दूर रखना है। ചിലർക്ക് ചില ഭയങ്ങളാണ്, ഉള്ളിൽ കിടക്കുക, ഉള്ളിൽ ഭയം കിടക്കുക. बहुत सारे लोग है ना,
बिल्कुल ही डरपोक इतने डरे हुए पूछो मत। നമ്മൾ പല സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ അലട്ടുന്ന ഭയത്തിന് മേൽ നമ്മൾ ഇന്ന് പകൽ ജയം പ്രാപിക്കണം. ഹല്ലേലൂയ. आज का दिन अगर आप सोच रहा है मैं बहुत सारी चीजों से डरे हुए हैं, उससे आपको आज छुटकारा पाना। അടുത്ത പറയുന്നത് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശരായി. जिन्होंने उनके ओर देखी वो चमक गए और ज्योति അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. कभी लज्जित होने नहीं दिया। നമ്മുടെ മുഖം ലജ്ജിക്കത്തില്ല. ആമേൻ. हमारा चेहरा कभी भी लज्जित नहीं होगा। ഉറപ്പുള്ളവർ സന്തോഷത്തോടെ പറയണം, വാട്ടമുള്ള മുഖത്തോടെയല്ല, പ്രസന്നതയുള്ള മുഖത്തോടെ പറയണം, എന്റെ മുഖം ലജ്ജിക്കത്തില്ല. ഹല്ലേലൂയ. मैं कभी तक नहीं जाऊंगा, मेरा चेहरा कभी भी ऐसा बुरा नहीं रहेगा, हमेशा मैं खुशी मनाऊंगा। പല സന്ദർഭത്തിൽ നമ്മൾ ഒത്തിരി കഷ്ടതയിലൂടെ കടന്നു പോകാറുണ്ട്. കഷ്ടതകളിലൂടെ हाँ, बहुत सारे समय में बहुत कष्टों से हम गुजरते हैं। ഞങ്ങളുടെ ജീവിതത്തിൽ ഒട്ടനവധി കഷ്ടതകളിലൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. बहुत सारे कष्टों से मैं अपना परिवार के साथ गुजरा हूँ। കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് രക്ഷിതാവായ യേശുവിനെ സ്വീകരിച്ച് 12ാമത്തെ ആമേൻ ഹല്ലേലൂയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രക്ഷിതാവായി സ്വീകരിച്ചു. +2 കഴിഞ്ഞപ്പോൾ ആമേൻ സ്നാനപ്പെട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ് ഞാൻ. ഹല്ലേലൂയ. मैं कैथोलिक फैमिली में मेरा जन्म हुआ और 12वीं क्लास में परमेश्वर को पहचानने के लिए मौका दिया। उसके बाद मैं 12वीं पास होकर परमेश्वर का सेवकाई के लिए निकले। യേശുവിനെ കുറിച്ച് ഒന്നും അറിയാതിരുന്നപ്പോൾ, യേശുവിനോട് അടുക്കാനോ യേശു എന്നല്ലാതെ വേറെ ഒന്നും അറിയാതിരുന്നപ്പോൾ അവൻ എന്നെ തിരഞ്ഞെടുപ്പാനിടയായി. बस मैं उतना जानता था, एक नाम यीशु, और उसके अलावा कुछ नहीं जानता था। फिर भी वो यीशु मसीह ने अपना सेवकाई के लिए मुझे चुना है। ഒരു കഴിവുമില്ലാതിരുന്ന ആ സന്ദർഭത്തിൽ ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ട് മാത്രമാണ് ഇന്നും നിങ്ങളുടെ എനിക്ക് നിൽക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ना कोई खूबी था मेरे अंदर, फिर भी प्रभु यीशु मसीह ने मुझे देखा और चुना और उनकी सेवकाई में मुझे रखा है। കർത്താവിന്റെ വചനപ്രകാരം പിന്നെ പിതാവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു രീതി എനിക്കുണ്ടായിരുന്നു. അതുപോലെ ചിട്ടയിലാണ് ഞങ്ങളെ പിതാവ് വളർത്തിയത്. ഹല്ലേലൂയ. बस इतना ही था लाइफ में। कभी मेरा पापा मम्मी को उल्लंघन नहीं करता था, उनके बातों से दूर नहीं जाता था, उनको मानकर आगे जाने वाला एक डिसिप्लिन था मेरे। ഓവറായിട്ട് ആമേൻ ഡിസിപ്ലിൻ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞങ്ങൾക്കൊക്കെ അത് ദുഃഖമായിട്ട് തോന്നി, പക്ഷേ അതെല്ലാം പിന്നീട് ഞങ്ങൾക്ക് അനുഗ്രഹമായിട്ട് തോന്നി. ഹല്ലേലൂയ. इतना ही डिसिप्लिन था मेरे फैमिली में। कभी मुझे दुख भी लगा, इतना डिसिप्लिन क्यों है, लेकिन अभी ये महसूस कर रहा हूँ मेरे लिए आशीष था। ആമേൻ. ഒരു സിനിമ കാണാൻ പോലും വിടത്തില്ലായിരുന്നു. एक मूवी देखने के लिए तक कभी नहीं गया। എന്ന് പറയാൻ വളരെ ചിട്ടയിലാണ്. ഞാൻ അത് വിവരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, പക്ഷെ അതെല്ലാം യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ ഒരു അനുഗ്രഹമായിട്ട് മാറി. ഹല്ലേലൂയ. इतना डिसिप्लिन था, उसका फायदा तभी मुझे मिला है जब मैंने यीशु मसीह को अपना उद्धारकर्ता का रूप में स्वीकार किया। രക്ഷിക്കേണ്ട സമയത്ത് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി, ഒത്തിരി എതിർപ്പുകൾ, നിന്ദകൾ, അവകാശങ്ങൾ എല്ലാം ഞങ്ങൾ നേരിട്ടു. അപ്പൊ പിതാവ് പറഞ്ഞ ഈ ഒരു വാക്യമാണ്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിക്കത്തില്ല. ഹല്ലേലൂയ. जब यीशु मसीह को अपनाया, इतने सारे मुश्किलें, मुसीबतें, बहुत कुछ सामना करना पड़ा। बहुत सारे लोग हमारे परिवार के खुद मेरे खिलाफ आ गए, लेकिन मेरा पापा ने मुझे ये बताया, जिन्होंने उनके ओर देखा कभी लज्जित नहीं हुआ। അവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും നോക്കാൻ ഒരു മുഖമുണ്ട്, ക്രൂശിക്കപ്പെട്ട മുഖം, നമുക്കായി തകർക്കപ്പെട്ട മുഖം. അവന്റെ കവിളിലെ രോമങ്ങൾ പറിച്ചെറിയപ്പെട്ടു, അവന്റെ കണ്ണുകൾ ഉൾക്കിരീടത്താണ്, അവന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി. ആ മുഖത്തേക്ക് നീ ഒന്ന് നോക്കിയാൽ നീ ഒരിക്കലും ലജ്ജിക്കപ്പെടത്തില്ല. हमें भी जितने सारे लोग यहाँ बैठे हैं, देखने के लिए चेहरा है, जिनका मुंह से चेहरा से रोम को निकाला गया, उनको इतना मारा, उनको रूप बेरूप कर दिया, और उनके मुंह पर बहुत सारे लोगों ने ऐसा थूक दिया। वही चेहरा है जिसको देखकर आप कभी लज्जित नहीं होंगे। പരിശുദ്ധാത്മാവ് പറയുന്നു, ഇനിയും നമ്മൾ അവന്റെ മുഖത്തോട്ട് മാത്രം നോക്കുക. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായ അവരുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നടക്കുകയാണ്. ഹല്ലേലൂയ. अभी भी और आगे भी हम सबको देखने के लिए और कोई नहीं है, किसी और का चेहरा नहीं है, सिर्फ और सिर्फ यीशु मसीह का है। അടുത്ത വാക്യം ആര് പറയുന്നത്? എന്റെ ഈ എളിയവർ നിലവിളിച്ച് യഹോവ കേട്ട് സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചു. നേരത്തെ സകല ഭയം, ഇപ്പോൾ സകല കഷ്ടതകളിൽ വിടുവിച്ചു. और यहाँ पर ये लिखा है, ये हाथ में और दुहाई की, मैं प्रार्थना की और परमेश्वर ने उनकी सारे डरों से छुटकारा। ചില കഷ്ടതയുടെ നമ്മൾ അകപ്പെടുമ്പോൾ നമ്മൾ നിലവിളിച്ചോളണം, പ്രാർത്ഥിച്ചോളണം. कभी कभी कोई मुसीबत आते हैं ना, आप प्रार्थना काम नहीं करेगा, आपको रोना ही पड़ेगा। മലയാളത്തിൽ പാട്ടുണ്ട്, കഷ്ടത്തിൻ കോട്ടയിൽ അകപ്പെട്ടപ്പോ അപ്പുറം കടന്നിടാൻ അഴുവില്ലാതെ അകത്തും പുറത്തും പീഡനം വന്നപ്പോൾ അവൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ. അകത്തും പുറത്തും പീഡനം വന്ന് അപ്പുറം കടക്കാൻ പെടുന്നില്ലാതിരിക്കുമ്പോഴും നീ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നോക്കിക്കൊള്ളണം.
मलयालम में इसे गाना है, कष्टों के खिले के बीच में आप फंस गए और आगे पीछे दाएं बाएं निकलने के कोई भी रास्ता आपके लिए खुला नहीं है, तब भी आपको उम्मीद और आपका विश्वास यीशु मसीह पर ही रखना है। നമ്മുടെ കർത്താവ് കഷ്ടത്തെ ജയിച്ചവനാണ്. क्योंकि हमारा परमेश्वर कष्टों को जीता हुआ, मुसीबत के ऊपर जय प्राप्त किया हुआ परमेश्वर है। ജയിച്ചവനാണ്, പാപത്തെ ജയിച്ചവനാണ്. वो पाप के ऊपर जय प्राप्त किया है। സകല കഷ്ടങ്ങളിൽ നമ്മളെ വിടിവിപ്പാൻ അവൻ ശക്തനായ ദൈവമാണ്. सारे मुसीबतों से छुटकारा देने के लिए शक्तिशाली परमेश्वर। കഷ്ടത സഹിഷ്ണുതയ്ക്കും സഹിഷ്ണുത സിദ്ധതയ്ക്കും സിദ്ധത പ്രത്യാശയിലേക്ക് നമ്മളെ നയിക്കുകയാണ്. ഹല്ലേലൂയ. और आप कष्ट में गुजर रहे हो तो आपके जिंदगी में संयम आएगा। अगर संयम से जिंदगी जियोगे तो आपका जिंदगी में जय भी होगा। റോമർ 8:15 പറയുന്നു, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടം സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. रोमियो में लिखा है, उस महिमा के बारे में आप सोचो जो आपके ऊपर प्रकट होने वाला है। आजकल की जो मुसीबत है आपके जिंदगी में कुछ नहीं है। സങ്കീർത്തനം 119:72 പറയുന്നത്, ഞാൻ കഷ്ടതയിലായത് ഗുണമായി, അവന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ എന്നെ കഷ്ടതയിലാക്കിയത് ഗുണമായി. वो भजन संहिता 119 में भी ये लिखा है, मैं कष्ट में फंस गया, मेरे लिए फायदामंद बना क्योंकि मैं आपकी वचन को जाना पहचाना। ഈ ഭക്തൻ പറയുകയാണ്, ഞാൻ ചുറ്റും നോക്കിയപ്പോൾ ബാലസിംഹങ്ങളെ കണ്ടു, അവർക്ക് ഭക്ഷണമില്ല, പക്ഷെ അവനെ അന്വേഷിക്കുന്ന എനിക്ക് ഒരു ഒട്ടും ഉണ്ടാകുന്നില്ല. आमीन। और परमेश्वर का भक्त ये कहता है, चारों ओर मैंने देखा, ऐसे भूखे सिंहों को मैंने देखा है, लेकिन मैंने परमेश्वर को जाना, इसलिए मेरा जिंदगी में कोई कमी नहीं है। ഇന്ന് പകൽ സമയം ചില ആവശ്യങ്ങളുടെ നമ്മിൽ ദൈവം അത്ഭുതം ചെയ്യാൻ പോവാം. ചിലരുടെ बहुत सारी जरूरतों के बीच में आज परमेश्वर कार्य करेगा। ചില പ്രാർത്ഥന മറുപടികൾ പ്രാപിച്ചവർ കരങ്ങൾ ഒരു നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞു. अगर आपको प्रार्थना का उत्तर मिला है, हाथ उठाकर धन्यवाद करें। हालेलुया। ഹന്ന ആലയത്തിൽ ഹൃദയം പകർന്നു, അവളുടെ മറുപടി കിട്ടിയപ്പോൾ അവളുടെ മുഖം പ്രകാശിക്കപ്പെട്ടു. और हन्ना ने क्या किया, परमेश्वर के मंदिर में आकर अपने दिल को बहाया, वहीं पर परमेश्वर ने सुना और बहुत खुशी मनाई। ഇവിടെ ചില സാക്ഷ്യങ്ങൾ ദൈവം നമുക്ക് തരാൻ പോവുകയാണ്. Yes. बहुत सारे ऐसे गवाही हमारे चर्च में आने वाला है। നമ്മുടെ ചർച്ച്, നമ്മുടെ കൂട്ടായ്മയുടെ അകത്ത് ചില അത്ഭുത സാക്ഷികൾ വെളിപ്പെടണം. ഹല്ലേലൂയ. हमारे इस संगति के अंदर भी बहुत सारे ऐसे गवाही निकले। പല പ്രശ്നത്തിലുള്ളവരുണ്ട്, കഷ്ടത്തിലുള്ളവരുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു ഇടം ദൈവം ഒരുക്കി തന്നെങ്കിൽ ഇവിടെ ആരാധനയുടെ ഒരു അഭിഷേകം കത്തണം. ഹല്ലേലൂയ. हम और आप इधर उधर इस ग्रेटनोडे में भटक रहे थे, लेकिन आज का दिन ऐसा एक माहौल मिला है परमेश्वर को आराधना करने के लिए। ये परमेश्वर को धन्यवाद करें। ദൈവാത്മാവ് നൽകിയ ദർശനപ്രകാരം തുടങ്ങിയതാണ്, അതിന്റെ പുറകിൽ ദൈവത്തിന്റെ കരം തന്നെയാണ് ചലിപ്പിക്കുന്നത്. इस सेवकाई के पीछे परमेश्वर से पाया हुआ दर्शन एक बुनियाद है और परमेश्वर हमें चला रहा है। ഇവിടെ ആരും വിളിച്ചുകൊണ്ടൊന്നല്ല, ദൈവാത്മാവ് കൊണ്ടുവരികയാണ്, ഓരോരുത്തരെ വിളിച്ച് കണക്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. हमने आज तक ना किसी को बुलाया, ना किसी को निमंत्रण दिया है, लेकिन सब जितने बैठे हैं परमेश्वर से बुलाए हुए हैं। വചനവർക്ക് ദൈവവചനത്തിന്റെ വെളിപ്പാടുകൾ അവരെ പിടിച്ചു നിർത്തും. ഹല്ലേലൂയ. और वो लोग हमारा कलीसिया आज भी दृढ़ इसलिए है, हम सबका हमारा बुनियाद परमेश्वर के वचन में है। വചനമാണ് നമ്മളെ മാനിക്കുന്നത്, നിലനിർത്തുന്നത്. परमेश्वर का वचन हम सबका सम्मान करते हैं। അതുകൊണ്ട് ദൈവവചനത്തിൽ പറഞ്ഞ പ്രകാരം നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തിയാൽ സകല തടസ്സങ്ങളും മാറിപ്പോകും. और हम और आप हमारा जिंदगी बिल्कुल ही परमेश्वर के वचन के तौर पे चलाए, हमारा जिंदगी में जय जरूर प्राप्त നമുക്ക് करेंगे। കർത്താവിന്റെ മേശയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് പകലത്തെ ആരാധനയിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ചില മുഖങ്ങൾ, ഫാമിലീസ് ഉണ്ട്. ഞാൻ അവർക്ക് അവൻ വന്ദനം ചൊല്ലുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. नए फैमिली जो हमारे बीच में आए हैं आज, उनको परमेश्वर के यीशु मसीह के नाम से जय मसीह कहता हूँ। परमेश्वर आपको आशीष करे। ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കുന്നു, മാനിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്. परमेश्वर आपका जिंदगी में बढ़ोतरी देते हैं, भरपूरी से आशीष करते हैं। ഇന്ന് പകല് 1-2 പേരെന്നെ വിളിക്കുവാനിടയായിത്തീരുന്നു. നമ്മുടെ സന്തോഷ് ബ്രദർ ഹല്ലേലൂയ നമ്മുടെ ചർച്ചിനെ കുറിച്ച് അറിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ദൈവത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. कुछ लोगों ने मुझे फोन किया और संतोष भाई के लिए मैं परमेश्वर को धन्यवाद करता हूँ, उन्होंने मुझे फोन किया और आज हमारे बीच में है। രാജ്കുമാർ എന്ന് പറയുന്ന ദൈവദാസന സഹോദരനെ വിളിച്ചിട്ടുണ്ട്. അവര് കടന്നു വരും. ദൈവം ഇവരെയൊക്കെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പ്രിയ സഹോദരങ്ങൾ എല്ലാവരെയും ദൈവം ആദരിക്കട്ടെ. പ്രൈസ് ലോർഡ്. सबको प्रभु आशीष करे। एक राजकुमार पासवान जी है, उन्होंने भी हमें फोन किया था। ബ്രദറാണ്. ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ കർത്താവിന്റെ മേശയിലേക്ക് പ്രവേശിക്കാം. प्रार्थना के साथ हम प्रभु बोझ की ओर बढ़े। ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ നടുവിലുണ്ട്.
परमेश्वर की आत्मा हम सबके दिल में है। ഒരു ഒരുക്കത്തോടെ നമുക്കായിരിക്കാം. Praise the Lord. आइए हम तैयारी के साथ बैठे। ചില ഉള്ളങ്ങളോടുള്ള പ്രവചനാത്മാവിലുള്ള ചില ദൂതുകൾ പകരുവാനായിട്ട് എന്റെ ഹൃദയത്തിൽ ദൈവം ഇടപെട്ടിട്ടുണ്ട്. ये भविष्यवाणी है किसी किसी के लिए हमारे चर्च में है और परमेश्वर का आत्मा मुझे अगुवाई कर रहा है। പരിശുദ്ധാത്മാവ് എല്ലാം നന്നായി ചെയ്യുവാൻ നമുക്ക് ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. सारे कुछ ढंग से करवाने के लिए परमेश्वर से प्रार्थना करें और परमेश्वर का अभिषेक के लिए भी प्रार्थना करें। ഒരു വചനത്തിന്റെ സ്ഫോടനം, വചനത്തിന്റെ ഒരു വിടുതൽ ഇവിടെ വന്ന് നമ്മുടെ ഓരോരുത്തരുടെ മേലും വിടുതലായി വ്യാപരിക്കണം. ഹല്ലേലൂയ. अगर परमेश्वर का वचन मेरा और आपका जिंदगी में आया है, वो एक छुटकारा का कारण भी बनना है। കർത്താവിന്റെ മേശ എന്ന് പറയുന്ന ഒരു വലിയ പ്രത്യേകതയുള്ള ഒന്നാണ്. ഹല്ലേലൂയ. ये परमेश्वर का जो प्रभु भोज है, प्रभु का मेज, वो बहुत खास है। ദൈവത്തിന്റെ പ്രത്യേക പ്ലാനും പദ്ധതിയുമാണ് അതിനകത്തുള്ളത്. इसके अंदर प्रभु का बहुत कीमती योजना है। രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടവർക്ക് ഇതിൽ നിന്ന് പങ്കാളിത്തം വഹിക്കാനുള്ള അവകാശമുണ്ട്. उनका हक है जिन्होंने प्रभु यीशु मसीह को उद्धारकर्ता का रूप में स्वीकार किया है और पानी में अपना गवाही दी है। ഈ കർത്താവിന്റെ മേശയെ കുറിച്ച് പഴയ നിയമത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. और ये प्रभु भोज के बारे में पुराने नियम में बहुत सारी चीजें हम सीखते भी है। ആ കർത്താവിന്റെ മേശയ്ക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് ആമേൻ പ്രാർത്ഥനാ വിഷയങ്ങളും സാക്ഷ്യങ്ങളും പറഞ്ഞ് നിങ്ങളെ പരിചയപ്പെടുത്താനൊക്കെ ഒരു സമയം ഞാൻ വേർതിരിക്കുകയാണ്. അതിന് ശേഷം കർത്താവിന്റെ മേശയിലേക്ക് പ്രവേശിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുക്കത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മുടെ നടുവിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ये प्रभु भोज की ओर जाने से पहले अगर किसी को गवाही बताना है, अपने आप को परिचित करवाना है, उसके लिए समय है, समय आपके लिए। അതിനുശേഷം